ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫുഡ് റംബൂട്ടാൻ ഗാർഡനിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേഷൻ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യം, കുറേ പ്ലാന്റുകൾ വെട്ടിമാറ്റി പുതിയതൊക്കെ വെച്ച് പിടിപ്പിച്ചു. റംബൂട്ടാനൊക്കെ ചെറിയ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചു. അത് എന്താണ് സാറിൻ്റെ ഐഡിയ? അല്ല, ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു മാരകമായിട്ടുള്ള കാര്യം, വലിയ മഴ വന്നായിരുന്നു, കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾക്കൊരു 300 കിലോ ഉള്ളതിൽ 100 കിലോ പോലും കിട്ടാത്ത രീതിയിൽ വന്നു. പിന്നെ നമുക്കത് പറിച്ചെടുക്കേണ്ട ഗതിയുടെ വന്നു. ആളുകൾ വന്നിട്ട്, കച്ചവടക്കാർ വന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്ന് വലയിട്ട് തരാനുള്ള കാര്യമില്ല. കാരണം അവർക്ക് കുറച്ചായിട്ട് വലയിട്ട് അവർക്ക് മുതലാവില്ല. അപ്പോൾ നമ്മൾ വലയിടാണ്ടത് പറിച്ചു. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കാരണം കിട്ടുന്ന ഈ ബേഡ്സ് വൈറ്റും ഈ അണ്ണാൻ്റെ കാര്യമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. അന്ന് പറിച്ചെടുക്കാനായിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്ന് ജോർജേട്ടന് അറിയാം, 40 അടിയായിട്ട് പിടിച്ചത്. മുമ്പ് നമ്മൾ വീഡിയോ 15-16 കൊല്ലം മുമ്പുള്ള പ്ലാന്റേഷനാണ്. 16 കൊല്ലത്തോളായി. അതായത് മലേഷ്യ റംബൂട്ടാൻ്റെ കേരളത്തിലെ ഒരു 2ാമത്തെ പ്ലാന്റേഷനാണത്. അപ്പോൾ ഒരു 60 മരങ്ങൾ ഞങ്ങൾ വെട്ടിക്കളഞ്ഞ് 40 അടിയായിട്ടില്ല. അപ്പോൾ ജോർജേട്ടൻ്റെ തീരുമാനം, ഇത് നമുക്ക് ഉപകരിക്കാത്ത സാധനം ഇവിടെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല, വെട്ടി മാറ്റി കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ കായ തുടങ്ങിയ തൈകൾ വെച്ചു. ഇത് വെച്ചിട്ട് 4 മാസമായിട്ടുള്ളൂ, 4-5 മാസമായിട്ടുള്ളൂ. കായ ഉണ്ടായി അബിയോട് വെച്ചു. ഇതേണ്ട ഇതിലിപ്പോ നിറച്ച് കായാണത്. അപ്പൊ നമ്മുടെ നഴ്സറിയിൽ തന്നെ കായ ഉണ്ടായി നിൽക്കുന്ന ഇഷ്ടംപോലെ നിൽക്കണം. അപ്പൊ അത് കൊണ്ട് ഇവിടെ വെച്ചു. ഇനിയുള്ള കാര്യം വെച്ചാൽ ഈ വർഷത്തെ ഇല്ല് നോക്കേണ്ട, അടുത്ത വർഷത്തെ മരമാവും. കമേഴ്ഷ്യൽ ഇല്ലിലേക്ക് അടുത്ത വർഷം വരും. ഈ വർഷം കായ ഉണ്ടായി, ഓക്കെ, അടുത്ത വർഷമാണ് സമയത്ത് നമുക്ക് കമേഴ്ഷ്യൽ ഇല്ലിലേക്ക് വരും. അതെ, പലരും ചോദിക്കാറുണ്ട് ആദ്യ വർഷത്തെ കായ്കൾ പേടാണ്. ഒരു പേടുമില്ല. റംബൂട്ടാനെ സംബന്ധിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അത് അതിൻ്റെതായ അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ രീതിയിൽ ചെയ്യണം, ഇന്ന സമയത്ത് വെക്കണം, ഇന്ന രീതിയിൽ വർഷത്തിൽ ചേർക്കേണ്ട 2-3 പ്രാവശ്യം ചേർന്ന വളങ്ങൾ, അതിന് വേണ്ട കൺട്രോളുകൾ, ഈ വല വിരിക്കേണ്ട കാര്യങ്ങൾ, എല്ലാത്തിനും തന്നിച്ച് ഒരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഇതിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞാൽ റംബൂട്ടാൻ കൃഷി ചെയ്യാം. അതുപോലെ ഇതിൻ്റെ മാർക്കറ്റിലുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞാണ്, ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാലും 20-22 ദിവസം പഴുത്ത് കേടുവരാതെ താഴെ വിരാൾ കിടക്കുന്ന ഒരേ ഒരു ഫ്രൂട്ട് റംബൂട്ടാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല വിരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് ആ ടൈമിങ്ങിൽ 22-23 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യ വർഷം തന്നെ നല്ല രീതിയിൽ വളം ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആയിരുന്നു. അതായത് 15-16 അടി കാലത്തിൽ ഏകദേശം 7 ടൺ, 1 ഏക്കർ സ്ഥലത്ത് 7 ടൺ 8 ടൺ കിട്ടിയേക്കണത് വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് 10-13 കൊല്ലം നന്നായിട്ട് ഈൽഡ് വന്നിട്ടാണ് ഇവിടെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞത്. അവിടെ ഒരു 100ഓളം മരങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വെട്ടിക്കളഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ പിന്നെ അടുത്ത് വല്ലതിന്റെ പ്ലാന്റേഷനോ, അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ ഇടയ്ക്ക് ഒരു അബിയും ഇത് ഷെയ്ഡ് പ്രശ്നമില്ല. അതിന് ഷെയ്ഡ് വേണ്ട പ്ലാന്റുകളാണ് അബിയുവിനും അതേപോലെ മാങ്കോസ്റ്റിനും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ അത് വളർന്നു വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഗുണങ്ങൾ. ഇപ്പൊ ഇതിപ്പോ പുല്ല് വെട്ടാത്തത് കൊണ്ടാണ് ഒരു വ്യൂ കിട്ടാത്തത്. ശരിക്കും ഇപ്പൊ ഈ മാങ്കോസ്റ്റിന് ആയാലും കണ്ടോ, നമ്മൾ നട്ടപ്പോ വളമൊക്കെ ചേർത്താണോ കൊടുത്തത്? അതെ, വളം ചേർത്തായിരുന്നു. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഈ മഴ വരുമല്ലോ, ഇനിയിപ്പോ ഈ വേനലൊക്കെ മാറിക്കഴിഞ്ഞ് മഴ വരുന്ന സമയത്ത് ഇതിന്റെ ഇരട്ടി ഗ്രോത്തിലേക്ക് വരും. അപ്പൊ ഇത്രയും വലിയ പ്ലാന്റ് ആണിത്, എന്നിട്ട് പോലും ഇത് റീപ്ലാന്റ് ചെയ്ത സമയത്ത് ഇലകരിച്ചിലുണ്ടായി. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ചെറിയ കുഞ്ഞു പ്ലാന്റ് വെച്ചിട്ട് ഇല കരിയുന്നു എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നു. പക്ഷെ ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവം. അതില് കോമൺ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഹൈ ചൂടാണ്. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 37, 38, 36 വരെയുള്ള ചൂട് അഭിമുഖീകരിച്ചു. ഈ മാംഗോസിന് വേണ്ട ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ആയി. ഇത് മലേഷ്യൻ ഫ്രൂട്ട് അല്ലേ, അതിന് നോർമലി അതുണ്ടാവും. പിന്നെ വെക്കുന്ന സമയത്ത് ഇത് മണ്ണായിട്ട് പഴകി ചേർന്ന സമയത്ത് പെട്ടെന്ന് ഈ ന്യൂട്രീഷ്യസ് കണ്ടൻസിനെ അബ്സോർബ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടും ഉണ്ടാവും. കാരണം മാഗ്നീഷ്യം അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കരിച്ചിൽ വരും. ഇനി അടുത്ത വർഷമാണ് സമയത്ത് ഈ മാഗ്നീഷ്യവും കാൽഷ്യവും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് ഇത് മരം വന്ന ഈ കരിച്ചിലുണ്ടാവില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ പ്ലാന്റ്, ഇതിലും വലിയ പ്ലാന്റുകൾ ഒരു 1 ഏക്കറോളം സ്ഥലത്ത് മാംഗോസ്റ്റിൻ നമ്മൾ ഒരു 10-40ഓളം പ്ലാന്റുകൾ വെക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മാംഗോസ്റ്റിന് വല്ലാത്തൊരു ഈൽഡ് ഉണ്ട്. കാരണം എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് 2 മാംഗോസ്റ്റിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മാംഗോസ്റ്റിനിൽ ഏകദേശം ഒരു മരത്തിൽ വലിയ പ്ലാന്റ് 700 കിലോളം കായ ഉണ്ടായിരുന്നു. 700 കിലോയിൽ കായൽ ഒരു 5500 കായ നിലത്ത് വീണ് പോയി. അത് ഞാൻ പറക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ 10 കായ 1 കിലോ ആവാണെങ്കിൽ 10 കായ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ 550 കിലോ പറക്കി കഴിഞ്ഞു. ഇനി ഒരു 10-200 കിലോ കൂടി ഒരു മരത്തിൽ നിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. വേറൊരു മരത്തിൽ ഒരു 10-450 കിലോ ഉണ്ടായി, അതിലും കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ നമ്മളിപ്പോൾ 700-800 കിലോ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരു 200-250 കിലോ ഉണ്ടായി കഴിഞ്ഞാൽ 200 രൂപ വെച്ച് നമുക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ വലിയൊരു കാശ് അതിൽ കിട്ടും. അപ്പം മാംഗോസ്റ്റിലും വലിയൊരു ഗോൾഡൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാംഗോസ്റ്റിനും കുറേ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷം വർഷം കുറച്ച് പരാജയങ്ങൾ ഞാൻ അതിൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ട്. കാരണം എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ റിഫോർമേറ്റീവായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാം. എനിക്ക് വേണ്ടി മാത്രമല്ല കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വല വിരിച്ചത് മറ്റുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ വല വിരിക്കുന്നതിന് വേണ്ടി അന്ന് വടി വെട്ടിയിട്ടൊക്കെ 6 മാസം മുമ്പാവും. കാരണം ഉണങ്ങിയ മരുന്ന് കിട്ടാൻ വേണ്ടി ഈ വലയും ഇതൊക്കെ അതിന് പ്ലാന്റ് ആയിട്ട് നമ്മൾ ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമല്ല. കാരണം ഇത് ബുദ്ധിമുട്ടുന്ന, ഞാനിപ്പോൾ ഒരു അഭിഭാഷകനാണ്, എനിക്ക് വേറെ ഇൻകം ഉണ്ടായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കർഷകരുണ്ട്. ഒരു 20 സെൻറ്റ് സ്ഥലത്ത് വെച്ചോനും അതുകൊണ്ട് ജീവിക്കാനുള്ളൊരു സോഫ്റ്റ്വെയർ, ഒരു ടെക്നോളജിയും
ഒരു ഫോർമുലയും കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന് ഇവിടെ ഈ കൃഷി ലോകത്തിൽ വീഡിയോ ഇടുന്നതൊന്നും യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ അത് ആളുകളുടെ നന്മ വരിക. എന്തായാലും ദൈവാനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. അല്ലേ പറഞ്ഞേട്ടാ? നമുക്ക് പറ്റുന്ന പോലെ കർഷകരെ സഹായിക്കുക. കർഷകരെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളും കർഷകരായതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്പൊ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വന്യമൃഗ ശല്യങ്ങൾ ഒരുപാട് കൂടുതൽ എവിടെയും ഉണ്ട്, അണ്ണാനും മലയണ്ണാനൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ വലിയ പ്രശ്നം മാംഗോസിന് പ്രശ്നമില്ല. അപ്പൊ കാരണം മാംഗോസിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് പഴുത്ത് റൈപ്പനാവുന്നതിന് മുമ്പ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അണ്ണാൻ തോണ്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വല വിരിക്കാണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. പിന്നെ മാംഗോസിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കെയർ കിട്ടുന്ന സ്ഥലത്തുള്ള നമ്മൾ മാംഗോസ് വെക്കാം. വൈൽഡ് പ്ലേസിലല്ല എന്ന് വെച്ചാൽ വീടിനോട് ബന്ധപ്പെട്ട് വെക്കുന്ന സമയത്ത് ഇച്ചിരി ഇതിൽ കുറയും. അപ്പോൾ ഈ പഴുത്ത് തുടങ്ങുമ്പോൾ വെക്കാം. മാത്രമല്ല പഴുത്ത് തുടങ്ങിയത് 6-7 ദിവസം കൊണ്ടാണ് ഫുൾ റൈപ്പനാവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് എത്ര നോർത്ത് ഇന്ത്യകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം അതിന്റെ ഷെൽ ലൈഫ് കിട്ടും. മാംഗോസ്റ്റിൻ നല്ലതാണ്. ഇനി മാംഗോസ്റ്റിന് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ആ രോഗങ്ങളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഓൾ കേരള റംബൂട്ടാൻ മാംഗോസ്റ്റിൻ ഫാമേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അതിൽ ഞങ്ങളുടെ റംബൂട്ടാൻ കർഷകർ, മാംഗോസ്റ്റിൻ കർഷകരുണ്ട്. അതിൽ റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അഡീഷണൽ കൃഷി ഡയറക്ടറായിട്ടുള്ള ആൾ 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ 24 മണിക്കൂറും ഇൻഫർമേഷൻ ആയിട്ട് കർഷകർക്ക് വേണ്ടിയുണ്ട്. നമ്മളത് ബുദ്ധിമുട്ടുന്നുണ്ട്. സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ നമ്പർ 9947364727. ഒന്നുകൂടി പറയാം, 9947364727. ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ചേട്ടാ, ഈ അഭിയൊക്കെ വെച്ചിട്ട് എത്ര നാളായി? ഇതിപ്പോ ഒരു 3 മാസം കഷ്ടിയായി. 3 മാസം ആയിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ കാച്ചു തുടങ്ങിയ തൈയാട്ടോ വെച്ചത്. നന്നായിട്ട് കായ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ റംബൂട്ടാന് ഓൾറെഡി നല്ല വെയിൽ വേണം. പക്ഷെ ഈ അബിയ എന്ന് പറയുന്നത് ഹാഫ് ഷെയ്ഡ് സാധനം. അത് തണലിലായാലും കുഴപ്പമില്ല. അപ്പോൾ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ഒരു അബിയ വെച്ചാൽ കർഷകന് ഒരു അഡീഷണൽ ഇൻകം കിട്ടുമല്ലോ. പിന്നെ മാംഗോസ്റ്റിനായാലും ഹാഫ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മളത് വെട്ടി കളഞ്ഞിട്ട് കുറച്ച് റംബൂട്ടാനും മാംഗോസ്റ്റിനും അബിയ കൂടി വെച്ചേക്കണം. അത് ഈ അബിയുനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയു നോർമലി ഒരു 16 അടി 17 അടി 20 അടിയിലേക്ക് വളരില്ല. 20 അടി താഴെ വളരുള്ളൂ. പഴം പറിച്ചെടുക്കാനായിട്ട് സിമ്പിളാണ്. അബിയിൽ തന്നെ ജയന്റ് അബിയും പിന്നെ നിപ്പിൾ അബിയും ഉണ്ട്. നിപ്പിൾ അബിയു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മധുരം ഉണ്ടാവും, തൊണ്ട് കട്ടി കൂടുതലുണ്ട്. ജയന്റ് അബിയും തൊണ്ട് കട്ടി കുറവായിരിക്കും, പക്ഷേ വലുപ്പം ഉണ്ടാവും. 700-600 ചെയ്താൽ വലുപ്പം ഉണ്ടാവും. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ 3 ദിവസം 4 ദിവസം അതിന് ഷെൽ ലൈഫ് ഉള്ളൂ. അതിന് മുമ്പിൽ ഇത് യൂസ് ചെയ്ത് തീർക്കണം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇത് നമ്മൾ എക്സ്പോർട്ട് നോക്കണ്ട, നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം അവൈലബിൾ. മുമ്പ് 100 രൂപ ഉണ്ടായിരുന്ന സാധനം 200-300 രൂപയ്ക്ക് ഉണ്ട്. നമുക്കൊരു വില കിട്ടും. ഇതിലെന്ന് വെച്ചാൽ ഒരു 30 കിലോ 35 കിലോ അബിയു നന്നായിട്ട് വളരുകയാണെങ്കിൽ 35-50 കിലോ വരെ അത്യാവശ്യം കിട്ടും. അബിയിൽ കിട്ടും. അപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 50 കിലോ അബിയു ഉണ്ടെങ്കിൽ 2, 10, 10,000 രൂപ ഒരു മരത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് 2000 മുതൽ 10,000 വരെ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. അബിയിനുള്ള ഗുണം മാംഗോസ്റ്റിൻ റംബൂട്ടാനും വെച്ച് അതിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു അബിയു തൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റംബൂട്ടാനോ മാംഗോസ്റ്റിൻ്റെ ഷെയ്ഡിനോ അതിന് കിട്ടുന്ന സൺലൈറ്റിനെയോ ബാധിക്കില്ല. ഇതൊരു എക്സ്ട്രാ ഈൽഡ് കിട്ടും. മാത്രമല്ല വളം ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലി ഒരു 10-30 അബിയു പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ പറിക്കലിന് തന്നെ നമുക്കൊരു 10-60 കിലോ കിട്ടും. നമുക്കൊരു 2-3 ഫ്രൂട്ട് സ്റ്റാളിലേക്ക് കൊടുക്കാം. ആ കർഷകൻ്റെ അഡീഷണൽ ഇൻകം അങ്ങനെ തോട്ടമുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കാൻ കൂടിയിട്ടാണ് നമ്മൾ കുറേ അബിയൊക്കെ വെച്ചിട്ട് വേറെ സ്ഥലത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ കായ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ് നമുക്ക് നഴ്സറിയിലുള്ളതുകൊണ്ട് നമുക്ക് വേറെ അങ്ങനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. കൈയോടെ വെച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അബിയുവിന് അങ്ങനെ കുറച്ച് അല്ല, അത് വേണ്ട. നോർമലി പ്രൂണിങ് വേണ്ട. പക്ഷേ കുറച്ച് നീങ്ങി നിൽക്കുകയാണെങ്കിൽ പ്രൂൺ ചെയ്തെന്ന് വെച്ച് മരത്തിനൊരു കംപ്ലൈൻറ്റും വരില്ല. എന്ന് വെച്ചാൽ കുറച്ച് നമുക്കിതിനെ കൺട്രോൾ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പ്രൂൺ ചെയ്തെന്ന് വെച്ചിട്ട് മരത്തിന് കേടൊന്നും വരാനില്ല. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് കുറച്ച് ഫംഗസ് ബാധയും, ഇത് കായ പൂത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൽ ഫംഗസ് ബാധയൊക്കെ വരും. അപ്പോൾ ഈ 2 പ്രാവശ്യം, അതായത് പൂക്കണ സമയത്ത് ജസ്റ്റ് ഒരു മരുന്നടിയുണ്ട്. അത് കഴിഞ്ഞ് കായ ആയി തുടങ്ങുന്ന സമയത്ത് 2 പ്രാവശ്യം അതിനൊരു മരുന്നടിക്കും. എന്ന് വെച്ചാൽ കെമിക്കലല്ല, അതിൻ്റെ പ്രോട്ടീൻ സ്പ്രേ എന്നാണ് ഈ പറയാം. പിന്നെ അങ്ങനെയുള്ള ഈ പറഞ്ഞ സോപ്പി പോലെയുള്ള കുറച്ച് കണ്ടൻസാണ്. അത് നമുക്ക് പറയാം. അത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അബിയുവിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇത് ആർക്കും കിട്ടില്ല എന്നുള്ള സത്യമാണ്. പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ പോകാറ് മതി. പക്ഷേ ഈ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 മരത്തിലേക്ക് പറ്റില്ല. ഒരു 10-20 മരം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മാംഗോസ്റ്റിനായാലും ഈ പറഞ്ഞ മാതിരി സ്പ്രേകളൊക്കെ ആവശ്യമാണ്. എന്നത് കറക്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.